ഹായ് എവരിവൺ. സോ കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ആദ്യ അലോട്ട്മെന്റ് അങ്ങനെ ഒഫീഷ്യൽ ആയിട്ട് ഇന്നലെ നമ്മുടെ സിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കാണും. പ്രൊവിഷണൽ വന്നപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സാധ്യതകളൊക്കെ പരിശോധിച്ചതാണ്. അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ലഭിക്കാത്ത ആളുകൾ ഇനി സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സാധ്യതകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നത്തേക്കായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് വരിക, ഓപ്ഷൻ കൺഫർമേഷൻ എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ മിസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനു മുൻപ് കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, MBBSന്റെയും BDSന്റെയും സെക്കൻഡ് റൗണ്ടിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷൻ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു ടൈം വരെ യാതൊരു നോട്ടിഫിക്കേഷൻസും സിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. വന്നാൽ ഉടനെ നമ്മൾ അറിയിക്കും കേട്ടോ. യെസ്, അതേപോലെ കഴിഞ്ഞ വർഷം 12-ാം തീയതിയോടുകൂടിയൊക്കെയാണ് ഓപ്ഷൻ കൺഫർമേഷൻ വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സീറ്റ് അഡീഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എല്ലാത്തിലും ഒരു ഡിലേ വരുന്നത്. കഴിഞ്ഞ വർഷവും ഈ സമയമൊക്കെ തന്നെയാണ് അലോട്ട്മെന്റ് പ്രോസസ് നടന്നത്. യെസ്, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി ആൻഡ് അതർ മെഡിക്കൽ അലൈഡ് കോഴ്സസ്. ഈ കോഴ്സുകളുടെയൊക്കെ ആദ്യ അലോട്ട്മെന്റ് ആണ് ഇന്നലെ പബ്ലിഷ് ചെയ്തത്. യെസ്, അപ്പോൾ കിട്ടിയ ആളുകൾ, അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. സിയുടെ വെബ്സൈറ്റിൽ കയറുക, അവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ഉണ്ട്, അവിടെ അലോട്ടഡ് ലിസ്റ്റ് കാണും. അതിൽ കയറിയിട്ട് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാം. അപ്പോൾ കിട്ടിയ ആളുകൾക്ക് അലോട്ട്മെന്റ് മെമ്മോ വന്ന് കാണും. അതിൽ ഏത് കോളേജാണ്, എത്ര ഫീസ് അടയ്ക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾ കയ്യിൽ വെക്കണം. അതേപോലെ നമ്മൾ മെഡിക്കലിന് വേണ്ടി പറഞ്ഞില്ലേ, ഒരു ഡേറ്റ ഷീറ്റ് കാണും. കിമിന് വെബ്സൈറ്റിൽ ഒരു ഡേറ്റ ഷീറ്റ് കാണും. നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയുള്ള, റാങ്കും ഒക്കെയുള്ള ഡേറ്റ ഷീറ്റാണ്. ആ കേരളയുടെ ഡേറ്റ ഷീറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് നിങ്ങൾ കോളേജിൽ എത്തേണ്ടത് 15/9/2025 മുതൽ, ഓക്കെ, സെപ്റ്റംബർ 15 മുതൽ സെപ്റ്റംബർ 17 4 മണി വരെയാണ് മക്കൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ നേരിട്ട് ഹാജരായി ഫീസൊക്കെ അടച്ച് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ്, അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് ഇതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കീമിൻ്റെ ഡേറ്റ ഷീറ്റും അലോട്ട്മെന്റ് മെമ്മോയും ഒക്കെ കാണും. അലോട്ട്മെന്റ് മെമ്മോയിൽ കാണുന്ന ഫീസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പോൾ ഫീസ് ഇല്ലാത്ത കുട്ടികൾ അറിയാമല്ലോ, SC ST OEC കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ, രജിസ്റ്റേർഡ് ഫിഷർമാൻ്റെ മക്കളായിട്ടുള്ള കുട്ടികൾ, അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിർഭയ ജുവനൈൽ ഹോം, ശ്രീചിത്ര ഹോം, ഇങ്ങനെയൊക്കെയുള്ള ഇവിടങ്ങളിലൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ ഫീ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ആദ്യം അടച്ച രജിസ്ട്രേഷൻ ഫീ നിങ്ങളുടെ കോഷൻ ഡെപ്പോസിറ്റിൽ ആഡ് ചെയ്യും. ബട്ട് നിങ്ങൾക്ക് വേറെ കുറച്ച് ഫീസും കാര്യങ്ങളൊക്കെ കാണും. അതൊക്കെ അടച്ച് കുറേ ഫീ കൺസെഷൻ ഉള്ള വിഭാഗങ്ങളുണ്ട്. OECക്കൊക്കെ ചിലതിൽ കൺസെഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണും നിങ്ങൾ അടയ്ക്കേണ്ട ഫീസും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണോ ലഭിച്ചത് ആ കോളേജിനെ ബന്ധപ്പെടുക. കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റയും കാര്യങ്ങളും ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്നുള്ളതൊക്കെ കോളേജിൻ്റെ വെബ്സൈറ്റിലും കാണും. യെസ്, ഓക്കെ. ഇനി പറയാനുള്ളത് കിട്ടാത്ത ആളുകളെ കുറിച്ചിട്ടാണ്. അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടാത്ത ആളുകളും അതേപോലെ അപ്ഗ്രഡേഷൻ ആഗ്രഹിക്കുന്ന ആളുകളും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയ കുട്ടികൾ കാണും. അവർക്ക് 4ലേക്കും 3ലേക്കും 2ലേക്കും 1ലേക്കും ഒക്കെ പോകണം അല്ലേ. അങ്ങനെയുള്ള ആളുകളും അതേപോലെ ഇതുവരെ അഡ്മിഷൻ ഒന്നും ലഭിക്കാത്ത, ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കാത്ത കുഞ്ഞുങ്ങളും സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. ഓപ്ഷൻ കൺഫർമേഷൻ നമ്മൾ എവിടെ പറഞ്ഞു? നമ്മൾ MBBSനും BDSനും പറഞ്ഞു. MBBSനെയും BDSനെയും നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. ഈ ദിവസങ്ങളിലും വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെയും ഇതേപോലെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. അപ്പോൾ ആരൊക്കെയാണ് ഓൾറെഡി അലോട്ട്മെന്റ് ലഭിച്ചിട്ട് ഹയർ ഓപ്ഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ? ഇപ്പോൾ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ആയുർവേദ സീറ്റ് കിട്ടി, നിങ്ങൾക്ക് അത് മതി, നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ സെക്കൻഡ് ആണ്, നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ ജോയിൻ ചെയ്യാം. ഇനി പറയുന്നത് അപ്ഗ്രഡേഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അതായത് ഇപ്പോൾ 5th കിട്ടി 4ലേക്കോ 3ലേക്കോ ഒക്കെ പോകാൻ, ഹയർ ഓപ്ഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അതേപോലെ അലോട്ട്മെന്റ് ലഭിക്കാത്തവരും മസ്റ്റായിട്ടും എന്ത് നടത്തണം? ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. അത് ഇപ്പോഴല്ല, അത് സിയുടെ വെബ്സൈറ്റിൽ എന്നാണ് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതെന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതേ ഡേറ്റിൽ തന്നെയാണ് ആദ്യ അലോട്ട്മെന്റ് വന്നത്. ഒരു 12-നും 18-നും ഇടയിലൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നത്. എന്നാൽ കൂടെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ കൺഫർമേഷൻ നടന്നത് ഏകദേശം 27 സെപ്റ്റംബർ 27 ഓപ്ഷൻ കൺഫർമേഷന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നത്. ആൻഡ് October 4 to 5 ആ ഒരു ടൈമിൽ ഏകദേശം October 5 ആണ് എന്ത് വന്നത്? നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നത്. സോ ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് തന്നെ.
യെസ്, അതിനുശേഷമായിരിക്കും തേർഡ് അലോട്ട്മെന്റ്. അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കൺഫേം ചെയ്യുക എന്താണ് ചെയ്യേണ്ടത്, ഇനിയുള്ള സാധ്യതകളൊക്കെ മനസ്സിലാക്കി ഇത് കണ്ടിന്യൂ ചെയ്യണോ, അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, അതോ അടുത്ത വർഷത്തെ നീറ്റ് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങണോ എന്നൊക്കെ മക്കൾ ഇപ്പോഴേ തീരുമാനം എടുക്കുക. എന്തായാലും സെക്കൻഡ് അലോട്ട്മെന്റ് ഏകദേശം ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ആകും സെക്കൻഡ് അലോട്ട്മെന്റ് വരാനായിട്ട്. ഓപ്ഷൻ കൺഫർമേഷൻ അല്ല, സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാൻ ഏകദേശം ഈ ടൈം എടുക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ആദ്യ അലോട്ട്മെന്റ് നടന്നത് ഇതേ ഡേറ്റുകളിൽ തന്നെയാണ്, പക്ഷേ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നത് ഒക്ടോബർ ഫസ്റ്റ് വീക്കോട് കൂടിയാണ്. അപ്പോൾ ഇത്തവണയും നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, അലോട്ട്മെന്റ് ലഭിച്ചവരെ ഈ ഒരു ഡേറ്റിനുള്ളിൽ 15-നും 17-നും ഉള്ളിൽ, 17 4 മണി വരെ മാത്രമാണ് സമയം, കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക. അവിടെ നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം വരിക, നിങ്ങളുടെ അലോട്ട്മെന്റ് ക്യാൻസൽ ചെയ്യും, റദ്ദാക്കും. അത് മാത്രമല്ല, ഹയർ ഓപ്ഷൻസിലേക്ക് ഇനി നിങ്ങൾക്ക് പോകാനും പറ്റില്ല. നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലോ ഒന്നും കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജിൽ കിട്ടിയ അത് നിങ്ങൾക്ക് ഇപ്പോൾ സിദ്ധയാണ് കിട്ടിയത്, അല്ലെങ്കിൽ യുനാനിയാണ് കിട്ടിയത്, ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, പോകാൻ താല്പര്യമില്ല, ഏത് കോഴ്സും ആയിക്കോട്ടെ, നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല എന്ന് വിചാരിച്ചോ, നിങ്ങൾ പോകുന്നില്ല എങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലോ കൺസിഡർ ചെയ്യത്തില്ല കേട്ടോ. നിങ്ങളുടെ ആദ്യ അലോട്ട്മെന്റ് റദ്ദായി പോവുകയും ചെയ്യും. ഈ ടൈമിനുള്ളിൽ പോയി ജോയിൻ ചെയ്തില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റും ക്യാൻസൽ ആകും. ഫെർദർ അലോട്ട്മെന്റിലോട്ട്, ഈ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ഫെർദർ അലോട്ട്മെന്റിലോട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യത്തുമില്ല. ഓക്കെ, അപ്പോൾ ഫെർദർ അലോട്ട്മെന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും പോയി ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി അല്ല വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത സാധ്യത എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, എനിവേ കിട്ടിയ ആളുകളൊക്കെ മാക്സിമം പോയി ജോയിൻ ചെയ്യാനായിട്ട് ഈ ടൈമിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ആണെങ്കിൽ പോയി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് വേണം അതിന്റെ സാധ്യത പരിശോധിക്കാൻ. എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്യാം, എന്നിട്ട് സെക്കൻഡിനും തേർഡിനും വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് കരുതരുത്. നമ്മുടെ റാങ്കിന് ഹയർ ഓപ്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എനിവേ ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.